നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്നും രാഷ്ട്രീയമോ മതമോ കലർത്തി വിദ്വേഷമുണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഭൂമി വഖഫാണെന്ന് അവകാശപ്പെടുന്നത് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വഖഫ് ബോർഡ് മാത്രമാണെന്ന് സതീശൻ പറഞ്ഞു. കുടിയിറക്ക് അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1 ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള സ്റ്റാമ്പ് പേപ്പറുകൾക്കുള്ള ഇ സ്റ്റാമ്പിംഗ് സംസ്ഥാനത്ത് നിലവിൽ വന്നു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഇ സ്റ്റാമ്പിംഗ് നേരത്തെ നടപ്പാക്കിയിരുന്നു. ഇതോടെ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലേക്ക് മാറുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. ജീവനക്കാർക്കുള്ള ശമ്പളം, ക്ഷേമ പെൻഷൻ, മറ്റു ചെലവുകൾ എന്നിവയ്ക്കായി കേരളം 1500 കോടി രൂപ കൂടി കടമെടുക്കുന്നു. 11 വർഷത്തെ തിരിച്ചടവ് പരിധിയുള്ള കടപ്പത്രങ്ങളുടെ വിൽപ്പന ഡിസംബർ 3 നടക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ഇതോടെ നടപ്പു സാമ്പത്തിക വർഷത്തിലെ കേരളത്തിന്റെ ആകെ കടം 30,747 കോടി രൂപയായി വർദ്ധിക്കും. ശബരിമലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും വിവിധ സ്ക്വാഡുകൾ 10 ദിവസത്തിനിടെ നടത്തിയ 420 പരിശോധനയിൽ 49 കേസ് രജിസ്റ്റർ ചെയ്ത് 3.91 ലക്ഷം രൂപ പിഴ ചുമത്തി. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. രാജ്യത്ത് സ്വർണ്ണപ്പണയ വായ്പകളിൽ 1 വർഷത്തിനിടെ വർധന. സ്വർണവിലയിലുണ്ടായ അസാധാരണ കുതിപ്പും വായ്പ കിട്ടാനുള്ള എളുപ്പവുമാണ് സ്വർണ വായ്പകളിലേക്ക് ഉപയോക്താക്കൾ കൂടുതലായി എത്തുന്നതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. മറ്റ് വ്യക്തിഗത വായ്പാ വിഭാഗങ്ങളിൽ വളർച്ച ഒറ്റയക്കത്തിൽ ഒതുങ്ങുമ്പോൾ സ്വർണ വായ്പയിൽ വാർഷിക വളർച്ച 50% മുകളിലാണ്. എണ്ണ കമ്പനികൾ വ്യോമയാന ഇന്ധന വില വർധന പ്രഖ്യാപിച്ചതോടെ വിമാനയാത്രാ നിരക്കുകൾ വർദ്ധിക്കാൻ സാധ്യത. ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന് കിലോ ലിറ്ററിന് 1318 രൂപയാണ് വർദ്ധിച്ചത്. 1 മാസം മുമ്പാണ് ATF-ന് 2941 രൂപയുടെ വർധനവുണ്ടായത്. പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ATF 1 കിലോ ലിറ്ററിന് 91,856.84 രൂപയാണ് വില. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.